കാണാൻ വരുന്ന ഓഡിയൻസിനോട് സിനിമ കണ്ടിറങ്ങിയ താങ്കൾക്ക് എന്താണ് പറയാൻ? ആർക്കും അവരുടെ പൈസ വേസ്റ്റായി വരെ തോന്നത്തില്ല. ആക്ഷനാണ്, കുറച്ച് റോ വയലൻസ് ഉണ്ട്. അതല്ലാതെ ഒരു എൻ്റർടൈനിങ് ഫിലിമാണ്. അതായത് ക്രിയേറ്റീവ് വർക്കിൽ ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റർടൈനിങ് ആണ്. സോ ഐ ഡെഫിനറ്റ്ലി ഡിഡ്ന്റ് ഗെറ്റ് ബോർഡ്. എനിക്ക് ബോറടിച്ചില്ല ഈ സിനിമ കണ്ടിട്ട്. എൻ്റെ സ്വന്തം സിനിമ കണ്ട് ബോറടിച്ചിട്ടുള്ളൂ. എൻ്റെ സ്വന്തം ഒരു സിനിമ കണ്ട് ബോറടിച്ചുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഓണസ്റ്റായിട്ട് പറയാനുള്ളത് ബോറടിക്കത്തില്ല. ഇറ്റ്സ് എ ഗുഡ് ഫിലിം. യു ക്യാൻ ഡെഫിനറ്റ്ലി വാച്ച് 2 hours of this. സോ ആദ്യത്തെ സിനിമയിൽ നിന്നുള്ള ഒരു എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളാണെങ്കിൽ അത് തിരുത്തിയായിരിക്കും സിനിമയിലേക്ക് വരുന്നത്. അതെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് താങ്കൾ എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടുണ്ട്? ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ല. ആദ്യത്തെ സിനിമയിൽ നിന്ന് രണ്ടാമത്തെ സിനിമയിൽ പോയപ്പോഴും ഞാൻ ഇട്ട എഫേർട്ടിനൊരു കുറവില്ല. എൻ്റെ അറിവിനായിരുന്നു കുറവ്. ആ അറിവ് ഞാൻ മാക്സിമം എനിക്ക് വർക്ക് ചെയ്ത് അത് വളരത്തുള്ളൂ. ലൈക്ക് വിത്ത് ടൈം ആൻഡ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസും നാച്ചുറലി ടൈമിൻ്റെ പ്രോസസ്സിൽ എനിക്ക് തന്നെ കൊടുക്കാൻ ഞാൻ നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് സിനിമയിൽ ഇനിയും ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ ആ എക്സ്പീരിയൻസ് കിട്ടാൻ. അതിന് ഞാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു പുതുമുഖ നടൻ വരുന്നതിന് അപ്പുറത്ത് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ ട്രോളുകൾ കേൾക്കേണ്ടി വന്ന ഒരു നടനാണ് താങ്കൾ. അപ്പോൾ അത് താങ്കൾ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്? നെപ്പോട്ടിസം, രാഷ്ട്രീയം, ഓൾ ദാറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു 10% ആൾക്കാരാണ് ഇത് പറയുന്നത്. ബാക്കി ഒരു 90% ആൾക്കാരും അവരുടെ പണി നോക്കി ജീവിച്ചു പോകുന്നവരുണ്ട്. അവർക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിൽ എന്താണ് സത്യം, എന്താണ് കള്ളമെന്നൊക്കെ അത്യാവശ്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൈൻഡ് ചെയ്യാറില്ല, അങ്ങ് വിട്ടുകളായി. ഇപ്പോൾ സിനിമയുടെ വലിപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറം മലയാളി പ്രേക്ഷകർ എപ്പോഴും സ്ക്രിപ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ ആൾക്കാരുടെ പെർഫോമൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അല്ല, മലയാളി പ്രേക്ഷകൻ എന്നും ആ സ്ക്രിപ്റ്റ് എന്ത് വൃത്തിയായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ആസ്പെക്റ്റിലാണ് മലയാളി പ്രേക്ഷകൻ എന്ന്, ഇൻക്ലൂഡിങ് മീ. ആ സ്ക്രിപ്റ്റ് എത്രത്തോളം സിനിമയിലോട്ട് വന്നിട്ടുണ്ട്, അതിൽ ഒരു മലയാളി കഥയിൽ, ഒരു മലയാളി സ്ക്രിപ്റ്റിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ഇതുണ്ട്. ദ സംതിങ് ദ സ്പാർക്ക് അബൌട്ട്. എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ആ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് സിനിമയിൽ വന്ന ആ സിനിമേനെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ക്രൗഡാണ് മലയാളി ക്രൗഡ്. ചേട്ടൻ സിനിമ ഉണ്ടോ? ഇത് എൻ്റെ സിനിമയായിട്ട് കാണരുത്. ഇതൊരു ഡയറക്ടറിൻ്റെ സിനിമയാണ്. സുജിത് എസ് നായർ എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളുടെ കഷ്ടപ്പാടും എഫേർട്സും എല്ലാം ഇട്ട് ഇറക്കിയൊരു സിനിമയാണ്. വെനോട് എ ഹ്യൂജ് ഫിലിം, പിന്നെ ഹ്യൂജ് ബഡ്ജറ്റ് എന്ന് വി കാൺ ഈവൻ സേ മിഡ് ബഡ്ജറ്റ്, അങ്ങനെ എടുത്തൊരു പടമാണ്. പക്ഷേ എവറി സിംഗിൾ പെനി ഈസ് ഓൾസോ ഹാർഡ് ഏൺ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ റീസോഴ്സസ് ലിമിറ്റഡായി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ അപ്പുറം ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ കാസ്റ്റ് ക്രൂവും ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കൺവിക്ഷൻ എനിക്കുണ്ട്. എനിക്കതിലൊരു ഉറപ്പുണ്ട്. സോ ഇനി പ്രേക്ഷകൻ ഈ സിനിമ കാണുക, വിരോധമില്ലെങ്കിൽ കാണുക, ഓണസ്റ്റായിട്ട് സത്യമായ അഭിപ്രായം അറിയിക്കുക. അതായത് എന്നെ ഇതിലുള്ള കാര്യം മറന്നിട്ട് ജസ്റ്റ് സിനിമയെ പറ്റി പറയുക. അതിലൂടെ എന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് പറയുക. കാര്യം നിങ്ങൾ എത്രത്തോളം നല്ലത് പറഞ്ഞാലും ആ മോശം പറയുന്നതിൽ എന്തെങ്കിലും നല്ലത് എടുക്കാനുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കും. കാര്യം ഐ എം സ്റ്റിൽ ലേണിംഗ്. ഓബ്വിയസ്ലി ബട്ട് ആ കമ്പാരിസൺ ഞാൻ ഇനി എത്രത്തോളം എതിർത്താലും അത് വരിക തന്നെ ചെയ്യും. ഇറ്റ്സ് ഗോണ ബി ദർ, ഇറ്റ്സ് നോർമൽ. പക്ഷേ ദി ഇൻഡിവിജ്വൽ, ഈ മനുഷ്യൻ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണുക. ഞാൻ എൻ്റെ വർക്ക് ചെയ്ത് ഐ എം ട്രൈ ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് മൈ ലൈഫ്. സോ പ്ലീസ് ലെറ്റ് മീ ഓർ ഹെൽപ്പ് മീ ഗെറ്റ് ദാറ്റ്. എൻ്റെ വർക്കിൽ എന്നും ഞാൻ നിങ്ങളുടെയൊക്കെ അഭിപ്രായം വേണമെന്ന് പറയുന്ന ആൾക്കാരെ. കാര്യം ഇഫ് യു ഗൈസ് ആർ ദ റീസൺ ഒരു ആക്ടർ സക്സസ്ഫുൾ ആവുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ ഡിമാൻഡും കൂടെ മീറ്റ് ചെയ്യാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലുണ്ട്. സോ ഐ വോണ്ട് ഗെറ്റ് ബെറ്റർ. അച്ഛൻ്റെ രാഷ്ട്രീയം എപ്പോഴും ഫാഷൻ, അച്ഛൻ്റെ രാഷ്ട്രീയം എപ്പോഴും ചർച്ചാ വിഷയമാണ്. അച്ഛൻ്റെ രാഷ്ട്രീയം മക്കളുടെ സിനിമ എപ്പോഴും ചർച്ചാ വിഷയമാണ്. അതിൻ്റെ കമൻറ്റുകളിലും അതുപോലെ സിനിമ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ സിനിമയോടെ കാണാൻ വരുമ്പോഴും ചോദിക്കുന്ന ചോദ്യം അച്ഛൻ്റെ രാഷ്ട്രീയത്തിനെ പറ്റിയല്ല, മുഖ്യമന്ത്രി ആരാവുമെന്നല്ലേ. അതായത് വലിയൊരു വിഭാഗം നിങ്ങൾ BJP രാഷ്ട്രീയമാണ്, അതുകൊണ്ട് ഈ സിനിമ പൊട്ടിക്കണം എന്ന് പറഞ്ഞ കമൻറ്റ് ഇടുന്നുണ്ട്. ഇന്ന് കാലത്തെ വീഡിയോസിൽ പോലും അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പോലും തോന്നുന്നില്ല പ്ലാൻഡായിട്ട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുൻവിധി അല്ലല്ലോ അത്, നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യമല്ലേ. നാട്ടുകാരും കൂടെ പ്രേക്ഷകരും കൂടി ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് എഗൈൻ ഞാൻ അനാവശ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ വർക്കിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതൊരു മുൻവിധി ഉണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല. ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ്. ആ മുൻവിധി ഇല്ലാതെ പറ്റുമെങ്കിൽ എൻ്റെ സിനിമ ഒന്ന് പോയി കാണുക, ആ ഡയറക്ടറിൻ്റെ സിനിമയായിട്ടൊന്ന് പോയി കാണുക. അതിലെന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം ശ്രദ്ധിക്കുക. ഇത് ഏതെങ്കിലും തരത്തിൽ സിനിമകൾ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അച്ഛൻ്റെ പൊളിറ്റിക്സ് സോ പടം ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിനോട് എന്താ പറയുള്ളത്? സോറി, പിള്ളേരെ കൊണ്ട് കയറാൻ പറ്റുന്നില്ല. ഐ മീൻ കയറാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. വയലൻസ് ഉള്ള എൻ്റെ അമ്മയുടെ അനിയനായ ക്യാപ്റ്റൻ രമേഷ് കുമാർ, സോ
ഈസ് കം. അമ്മമ്മയായിട്ട് അമ്മാവനാണ് വന്നത്. അമ്മാവനൊരു മോളുണ്ട്. ഷീ ഈസ് അബൌട്ട് 4 years old. ഇഷയ്ക്ക് വരാൻ പറ്റിയില്ല. ഇഷയ്ക്കും നീത്തോമ്മയ്ക്കും വരാൻ പറ്റിയില്ല. സോ again എൻ്റെ ഫാമിലി തന്നെ ആൾക്കാർക്ക് ഫുള്ളി വരാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് കിഡ്സ് ആൻഡ് ഓൾ. ആൻഡ് ഈ നിയമം ഇവിടെ ഉള്ളത് തന്നെ ഒരു ഇറ്റ്സ് ഫോർ എ റൈറ്റ് റീസൺ. ആ ഡെവലപ്മെൻറ്റൽ ഏജിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളല്ല. നമുക്ക് 18+ ആയ ക്രൗഡ് മാത്രം വന്നാൽ മതി. ബിക്കോസ് നമ്മുടെ സിനിമയിൽ അൺഫോർച്ചുനേറ്റ്ലി ഫോർ അസ് ആ ഒരു ലെവൽ ഓഫ് വയലൻസ് ഉണ്ട്. അത് പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമല്ല. വി കാൺ ബ്രിങ് കിഡ്സ് ദാറ്റ് എൻവയൺമെൻറ്റ്. സോ ഷൈൻ ടോമിൻ്റെ പ്ലസ് ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. ഒരുപാട് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുണ്ട്. പീപ്പിൾ ഷുഡ് ഗെറ്റ് ടു നോ ഹിം ബെറ്റർ. പിന്നെ ആ മനുഷ്യനെ ഫുൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്യൂർലി ആസ് എൻ ആക്ടർ, ദ ടാലൻറ്റ് ഓഫ് ദി ആക്ടർ, he is one of the best actors to grace the Malayalam industry all time. One of the best. The best അല്ല, one of the best. അങ്ങനെ ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ലെജൻസിനെ പറയുന്ന പോലെ ഷൈൻ ചേട്ടനെ പറ്റി സംസാരിക്കും. അത്രേ ഉള്ളൂ. ഐ എം കോളിംഗ് ഇറ്റ് നൗ. അത്രേ ഉള്ളൂ. താങ്ക് യു. Thank you so much.